പോലീസ്റ്റർ അവാർഡ് കിട്ടിയ സമയത്ത് അത് സാധ്യതാ ലിസ്റ്റിലുള്ളപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഒരുക്കം തുടങ്ങിയിരുന്നു, ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എക്സ്ക്ലൂസീവായിട്ടുള്ള ഫോട്ടോകൾ എങ്ങനെ സംഘടിപ്പിക്കാം, അവരുടെ അഭിമുഖങ്ങളൊക്കെ എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇരുന്ന് ഒക്കെ റെഡിയാക്കി. നാളെ ആണ് പ്രസ്സിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ ഒക്കെ റെഡിയാക്കി. അപ്പം മാതൃഭൂമിയും മാധ്യമവും ഒക്കെ ഇറക്കുന്നതിന് മുമ്പ് ദേശാഭിമാനിക്ക് ഇറക്കണം എന്നൊക്കെയുള്ള വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയാണ്. ചില കാര്യങ്ങൾ എല്ലാവരോടും പറയരുത്, തമാശ. അങ്ങനെ വരുമ്പോൾ നോക്കുമ്പം ദേശാഭിമാനി വാരിക പ്രിന്റിലേക്ക് പോയപ്പോൾ പിന്നെ നോക്കുമ്പോൾ അന്നിറങ്ങിയ ട്രൂ കോപ്പിയിലും അന്നിറങ്ങിയ ദ ക്യൂവിലും ഒക്കെ ബാനു മുഷ്താഖിൻ്റെ ആ വിവരണങ്ങൾ, അവരുടെ അനുഭവങ്ങൾ, അവരുടെ പിന്നെ അപ്പോൾ സ്വാഭാവികമായിട്ട് കഷ്ടപ്പെട്ട് ഈ വാരിക പ്രിന്റിലേക്ക് അയച്ച ഞങ്ങളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വായനക്കാർക്ക് ഇത് അത്ര വലിയൊരു സ്കോപ്പുള്ള കാര്യമായിട്ട് കരുതുന്നില്ല. ഞാൻ എൻ്റെ നെഗറ്റീവ് സൈഡായിട്ടാണ് പറയുന്നത്. ഇവർ പറയുന്നതൊന്ന് ഡിസ്റ്റോർട്ട് ചെയ്യാൻ വേണ്ടി കരുതിക്കൂട്ടി അങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. ഇതൊരു തലമാണ്. പിന്നെ വായനക്കാരുടെ ഈ വാരിക എടുത്ത് വായിക്കുകയാണെങ്കിൽ തുടങ്ങിയാൽ വായനക്കാരുടെ വായനാശീലങ്ങളിലൊക്കെ വളരെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര സുദീർഘമായ ലേഖനങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. എന്തിനാ കടുകട്ടിയായിട്ടുള്ള ലേഖനങ്ങൾ മാക്സിമം ഒഴിവാക്കൂ, ചെറിയ ലേഖനങ്ങൾ കൊടുക്കൂ, കൂടുതൽ വായനാനുഭൂതി ഉണ്ടാകുന്ന ലേഖനങ്ങൾ കൊടുക്കൂ, അനുഭവങ്ങൾ, എഴുത്തുകാരുടെ അനുഭവങ്ങൾ കൊടുക്കും. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നതിനൊക്കെ പ്രസക്തിയുണ്ട്. ആ രീതിയിലേക്കൊക്കെ വായനക്കാരുടെ സ്വഭാവം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ആർക്കും ഖണ്ഡശ വരുന്ന ഉള്ളടക്കങ്ങളോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ആഴ്ച ഒരു നോവലിൻ്റെ ഒരു ഘട്ടം വന്നു, തൊട്ടടുത്ത ആഴ്ച വരെ കാത്തിരുന്ന് വായിക്കാനുള്ള ഒരു ത്രെഡ്, പിന്നെ മനഃശാസ്ത്രപരമായ ഒരു ത്രെഡ് മുറിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെയാലും ഞാൻ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു. അതുകൊണ്ട് പുസ്തകമായതിനു ശേഷം കാത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വാരികയിൽ പിന്നെ ക്യാമറാമാൻ വേണുവിൻ്റെ ട്രാവലോഗ് വരുന്നുണ്ട്. നല്ല ട്രാവലോഗ് തന്നെ. ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് കൂടി ആണ് ഞാൻ പറയുന്നത്. നല്ല ട്രാവലോഗാണ്. പല സുഹൃത്തുക്കളും പറയുന്ന വേണുചേട്ടൻ്റെ ട്രാവലോഗ് വരുന്നുണ്ട്, അത് കാണുന്നുണ്ട്, ഞാൻ വായിച്ചെന്ന്. അല്ല, ഏതൊക്കെയാലും അത് പിന്നീട് മാതൃഭൂമിയോ DC ബുക്സോ ഒക്കെ പുസ്തകമാക്കുമല്ലോ, അപ്പോൾ വായിച്ചാൽ പോരെ എന്ന് ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യർത്ഥതാബോധം വരികയാണ്. ഞങ്ങളെന്തിനാ ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ഇപ്പോൾ ഇറക്കി, വേണുചേട്ടൻ്റെ സമയം മെനക്കെടുത്തി, അത് ഫോട്ടോഗ്രാഫും ചെയ്ത് വരുന്നത്. ഇത് നോവലിൻ്റെ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പിന്നെ അതത് നിമിഷങ്ങളിൽ ഒതുങ്ങുന്ന, പിന്നെ സന്ദർഭങ്ങളിൽ ഒതുങ്ങുന്ന അറിവുകൾക്കും അനുഭൂതികൾക്കും മാത്രമേ ആയുസ് ഉള്ളൂ എന്ന രീതിയിലേക്ക് നമ്മുടെ വായനക്കാരുടെ സ്വഭാവങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വരുന്നുണ്ട്. അവർക്ക് പിന്നെ ആനുകാലികങ്ങളിൽ ഖണ്ഡശയായി പ്രസിദ്ധീകരിക്കുന്നതിനോട് താല്പര്യമില്ല. അവർ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കാനാണ് അവർക്കിഷ്ടം. പലരും പറയുന്നത്, ഇപ്പോൾ പല നോവലിസ്റ്റുകളും പിന്നെ ഇപ്പോൾ ഹരീഷിൻ്റെ സമകാലത്ത് വന്ന ഹരീഷിൻ്റെ നോവല് പിന്നെ പട്ടുനൂൽപ്പുഴു ഖണ്ഡശയായിട്ട് വന്നിട്ടില്ല. അശോകേട്ടനോട് ഇരിക്കുന്നുണ്ട്. അശോകേട്ടൻ്റെ നോവല് ഖണ്ഡശയായിട്ട് വന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ. കാട്ടൂർക്കട വന്നിട്ടില്ല എന്നാണ്. അപ്പം നേരിട്ട് തന്നെ പിന്നെ പുസ്തകമാകാനുള്ള സാധ്യത തുറന്നു കിടക്കുക. എന്തിനാണ് ഖണ്ഡശയായിട്ട് ഓരോ വാരിക വീക്കിലി ആയിട്ട് എങ്ങനെ ഇറക്കുന്നത് എന്നുള്ള ഒരു സമീപം, അങ്ങനത്തെ ഒരു സമീപനം എഴുത്തുകാർക്കിടയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ദുരന്തം ഓണപ്പതിപ്പുകളാണ്. അത് പറയാം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി പറഞ്ഞ ഒറ്റ എഴുത്തുകാരൻ ഓണപ്പതിപ്പിൽ ഇപ്പോൾ എഴുതാൻ താല്പര്യമില്ല. കാരണം അത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷിബു, ഞാൻ നല്ല കഥകളൊന്നും പിന്നെ എൻ്റെ കഥകളൊന്നും ഞാൻ ഓണപ്പതിപ്പിൽ കൊടുക്കില്ല. കാരണം പിന്നെ അത് ഒരു ഏകാഗ്രമായ ഒരു വായനയ്ക്ക് ഉപയുക്തമല്ല നിങ്ങളുടെ ഓണപ്പതിപ്പ് എന്ന് പറയുന്നത്. കാരണം ഇതിനർത്ഥം ഇത് തരുന്ന സുഹൃത്തുക്കളായ എഴുത്തുകാരുണ്ട്. അത് തീർച്ചയായിട്ടും എന്നോട് എൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് നോന്ന് പറയാൻ കഴിയുക എന്ന് വിചാരിച്ചിട്ടായിരിക്കും മിക്കവാറും ആളുകൾ തരിക. ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യുന്നതാണ് മിക്കവാറും ഉണ്ടാകും. കാരണം ഒരു ഫോറത്തിൽ 16 പേജാണുള്ളത്. ഇതിൽ 8 പേജും പരസ്യമാണ്. 8 പേജും പരസ്യമാണ്, ബാക്കി 8 പേജാണ് എഡിറ്റോറിയൽ. ഇങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം ദേശാഭിമാനിയുടെ അനുവാദം. മാതൃഭൂമി ഓണപ്പതിപ്പിൻ്റെ അനുവാദം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ പത്മനാഭൻ പപ്പേട്ടൻ്റെ ഒരു കഥ ആരംഭിച്ച് 2 പേജ് മറിച്ചു. പിന്നെ അതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ സ്കൂട്ടർ എടുത്ത് പോകണം, അതിൻ്റെ അവസാനത്തിലേക്ക് കിടക്കണം. കാരണം 3ഉം 4ഉം പരസ്യം മറിച്ചിട്ടാണ് പോവുക. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള പരസ്യങ്ങൾ കൂടുതൽ ആകർഷണീയമാണെങ്കിൽ വായനക്കാരൻ അങ്ങോട്ടേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോൾ ഈ കഥയുടെ ത്രെഡ്
വൈകാരികമായ ത്രെഡ് പൊട്ടിപ്പോകും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഒരു വായനക്കാരൻ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ക്ഷമയോട് കൂടിയൊക്കെ നിന്നെങ്കിൽ ഒരു ചെറുകഥ പോലും വായിക്കാൻ കഴിയും. ടി പത്മനാഭൻ്റെയൊക്കെ കഥ ഇപ്പോൾ സമീപകാലത്ത് എഴുതുന്ന കഥ വളരെ വളരെ ചുരുങ്ങിയ കഥയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒട്ടനേകം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ മാഗസിൻ ജേർണലിസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ലിറ്റററി ജേർണലിസ്റ്റിനെ കുറിച്ച് വീക്ക്ലിയെ കുറിച്ച് സംസാരിക്കുന്നത്. പ്രിൻ്റ് മീഡിയൻ്റെ ഒരു പ്രശ്നമാണ്. ഇതുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ജമ്പിങ് തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ പത്രപ്രവർത്തകർ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. കാരണം ഇവിടെ ഒരു തരം വികേന്ദ്രീകരണം സംഭവിക്കുന്നുണ്ട്. ഈ മൂലധനം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എല്ലാവരും പറയണ്ടായി ഈ സാഹിത്യം ഗംഭീരമാണ്, MD NV ഒക്കെ പറയണ്ടായി, ഓക്കെ ഉണ്ട്. പക്ഷേ ഇവരാക്കി തീർക്കുന്നതിന് പിന്നെ മൂലധനത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് മറ്റൊരു വശം പറയട്ടെ, ഇവരുടെ ഒന്നും ഓരോ പരിവേഷത്തെ ഞാൻ തകർക്കല്ല. ഇപ്പോൾ കേസരിയാണ് നമ്മുടെ ഒരു സാഹിത്യ പത്രപ്രവർത്തനത്തിലെ ഒരു അധികാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കേസരിയാണ് ശാരദാ പ്രസ് സ്ഥാപിച്ചതെന്ന് പറയും. പക്ഷെ നമുക്ക് തിരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരദാ പ്രസ്സാണ് കേസരിയെ നിർമ്മിച്ചത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ പ്രിന്റിംഗ് പ്രസ് ഇല്ലെങ്കിൽ ഒരു പത്രാധിപരും ഉണ്ടാവില്ല, പത്രപ്രവർത്തനവും കേരളത്തിൽ ഉണ്ടാവില്ല, ഇന്ന് കാണുന്ന രീതിയിലുള്ള സാഹിത്യ ജേർണലിസവും ഉയർന്ന് വരില്ല. അപ്പോൾ തീർച്ചയായിട്ടും കേസരിക്ക് ഈ ശാരദാ പ്രസ്സിൻ്റെ വാങ്ങാനുള്ള മൂലധനം അക്യൂമുലേറ്റ് ചെയ്യാൻ കഴിയാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അത്രയെങ്കിലും പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. അതിനേക്കാൾ വലിയ മുതൽ മുടക്കുകൾ വന്നപ്പോഴത്തേക്കും മാതൃഭൂമി പിന്നെ മലയാള സാഹിത്യത്തിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. MD പോലുള്ള വലിയ മഹാരഥന്മാരെ, NV പോലുള്ള വലിയ മഹാരഥന്മാരെ, വലിയ പാഠപുസ്തകങ്ങൾ, ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ പാഠപുസ്തകങ്ങൾ, ഇത് സാധ്യമാവുന്നത് തീർച്ചയായിട്ടും മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ അതിന് മുതലാളിമാർക്ക് അതിലേക്ക് കേരളത്തിൻ്റെ വായനാ സമൂഹത്തിലേക്ക് വായനാ അഭിരുചിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള മൂലധന നിക്ഷേപം നടത്തിയത് കൊണ്ടാണ് മാതൃഭൂമി കേരളത്തിലെ എഴുത്തുകാരുടെ ഒരു ബ്രാൻഡ് പ്രോഡക്റ്റായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മറ്റുള്ള അധികാരികൾ അല്ലെങ്കിൽ മറ്റ് ധനികർ അവിടെയല്ല അവരുടെ മൂലധനം നിക്ഷേപിച്ചത്, മറ്റു ചില കാര്യങ്ങൾ, ചിലർ സ്വർണ്ണ ബിസിനസ്സിലേക്ക് ഉണ്ടാവും, ചിലർ മദ്യ ബിസിനസ്സിലേക്ക് നിർമ്മിച്ചിട്ടുണ്ടാവും. അങ്ങനെയാകുമ്പോൾ മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റ് മാതൃഭൂമിയിൽ നിക്ഷേപിച്ചതുകൊണ്ടാണ്. അത് ഈ മാതൃഭൂമിക്ക് മാത്രമല്ല ബാധകം, എല്ലാ മാധ്യമ പ്രശ്നത്തിലുള്ളത് ഈ മൂലധന നിക്ഷേപത്തിൻ്റെ മൂലധന താല്പര്യം കൊണ്ട് എല്ലാം നിൽക്കുന്നത്. അപ്പോൾ MD നിർമ്മിച്ചത് മാതൃഭൂമിയുടെ ഒരു മൂലധനമാണ്, മൂലധന കേന്ദ്രീകരണമാണ്. അതിൻ്റെ സാധ്യതകളുണ്ട്. മലയാള സാഹിത്യത്തിൽ പിന്നെ ഒട്ടനേകം ഗുണങ്ങൾ അതിൻ്റെ പേരിൽ നമുക്കുണ്ടായിട്ട് ഒട്ടനേകം പിന്നെ സാധ്യതകൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു പരിമിതിയുണ്ട്, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ പരിവേഷങ്ങൾ പറഞ്ഞത്. കാരണം മൂലധനത്തിന് എല്ലാ കാലത്തും പിന്നെ പോസിറ്റീവായി പ്രവർത്തിക്കാൻ കഴിയും, ഇടയ്ക്ക് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ ഒട്ടനേകം സാഹിത്യകാരന്മാരെ പ്രോത്സാഹിപ്പിക്കും കൊണ്ടുവന്ന ഒരു വാരികയ്ക്ക് എന്തുകൊണ്ടാണ് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഒരു നോവൽ നിരോധിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഒരു നോവലിൻ്റെ പ്രസിദ്ധീകരണം നിർത്തേണ്ടി വന്നത് എന്നുള്ള വലിയൊരു ചോദ്യം. S. ഹരീഷിൻ്റെ മീശ എന്തുകൊണ്ട് പ്രസിദ്ധീകരണം അലങ്കോലമായി തീർന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഈ മൂലധനം എപ്പോഴും അടിമുടി ചോരയിൽ കുടിച്ചിട്ടാണ് പറന്നു വീഴുക എന്നുള്ള ഒരു അതുണ്ട്. അതിൻ്റെ താല്പര്യമുള്ള ആ താല്പര്യത്തിനപ്പുറം ഒരു പത്രാധിപർക്കും പറക്കാൻ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം മൂലധനം എന്നുള്ളത്, അധികാരം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് ആലോചിക്കാനേ കഴിയില്ല, പ്രത്യേകിച്ച് ഒരു ഡെസ്കിൽ ഇരുന്നുകൊണ്ട് എന്നുള്ളതാണ്. അത് പിന്നെ സുരേന്ദ്രൻ സാറിനും ജമാലിക്കും ഷബിതയ്ക്കും മാത്രമല്ല ബാധകം, എനിക്കും ബാധകമാണ്. അങ്ങനെ പറയണം, അങ്ങനെ പറയേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ ഒരു പ്രശ്നമാണ്, ഞാൻ നിർത്തുന്നു, ഇതേപോലെ ഒരു പ്രശ്നമാണ് പിന്നെ വിപണിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. വിപണി ഒരു വശത്ത് ഫാസിസമാണ് ഇന്ന് എഴുത്തുകാരെ ഭയപ്പെടുത്തുന്നെങ്കിൽ, എഴുത്തുകാരെ അടിച്ചമർത്തുന്നെങ്കിൽ, കൃത്യമായി പറഞ്ഞാൽ ഹിന്ദുത്വ ഫാസിസമാണ് ഇന്ന് എഴുത്തുകാരെ ഭീഷണിപ്പെടുത്തുന്നതെങ്കിൽ ഇന്ത്യയിൽ മറ്റൊരു തരത്തിൽ എഴുത്തുകാരെ മെരുക്കിയെടുക്കുന്നത് വിപണിയാണ് എന്നുള്ളത്. വിപണി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും തുറന്നിട്ടുണ്ട്, എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളും തുറന്നിട്ടുണ്ട്, എഴുത്തുകാരെ വിളിക്കുകയാണ്. ഇതുകൊണ്ട് ഒട്ടനേകം സാധ്യതകളുണ്ട്. എഴുത്തുകാർക്ക് എല്ലായിടത്തും വ്യാപരിക്കാൻ കഴിയുന്നുണ്ട്. ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വ്യാപകമാകുന്നുണ്ട്. എല്ലാ പ്രസാധകരും സാഹിത്യ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. എഴുത്തുകാരുമായിട്ട് നേരിട്ട് ഒക്കെ സംവദിക്കാനുള്ള അവസരങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും അത് വേറെ രീതിയിൽ എഴുത്തുകാരെ മയക്കുന്നുണ്ട് എന്നുള്ളത് ഒറ്റ അനുഭവം ഞാൻ പറയാം. ഞാനൊരു പണ്ടത്തെ പോലെ ഗാഠമായ ചർച്ചകളോ സംവാദങ്ങളോ ഒക്കെ മരിച്ച് മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിന്നെ NE സുധീർ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളത് എഴുതാൻ പറഞ്ഞു.
ഞാൻ എഴുതി അദ്ദേഹം എഴുതുന്നു, ഞാൻ വാരികയിൽ പ്രസിദ്ധീകരിച്ചു. അശോകൻ ചെരുവിൽ എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരനല്ലാതെ വേറെ ആരും, രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടെയാണ് പേര് പറയുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്തിട്ട് ഒരു സംവാദത്തിൻ്റെ ഒരു തലത്തിലേക്ക് വന്നത്. മറ്റു പലരും ചോദിക്കുമ്പോൾ അല്ലെ നേരിട്ട് കാണും പറയും, സുധീർ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പൊന്നുമില്ല, നമ്പര മാഷ എന്നാൽ നിങ്ങൾ എഴുതുന്നവർ അത് നിൽക്കില്ല. കാരണം എനിക്ക് അത് അയാളുടെ ഒരു കുറ്റമായിട്ടല്ലോ ഞാൻ പറയുന്നത്. കാരണം അത്രമാത്രം നമ്മൾ മെരുങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ, കാരണം സുധീറിനെ കൗണ്ടർ ചെയ്യുകയാണെങ്കിൽ സുധീറിന് എന്നോട് പണങ്ങുമല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഇപ്പം സുധീർ പണങ്ങിയപ്പം എന്താ ലോകം ഇടിഞ്ഞു വീഴും. അത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഞാൻ ചുരുക്കുന്നു, പിന്നെ ഒരു വശത്ത് ഫാസിസവും മറുവശത്ത് വിപണിയും നിയന്ത്രിക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് മാഗസിൻ ജേർണലിസത്തെ പറ്റി അല്ലെങ്കിൽ ലിറ്റററി ജേർണലിസത്തെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.